കയ്യിൽ കാശില്ല, ഞാൻ എങ്ങനെ എന്തെങ്കിലും തുടങ്ങും? ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ഉത്തരം വളരെ സിമ്പിളാണ്. പോയി ഒരു ജോലി കണ്ടെത്തുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വന്നേ പറ്റൂ. എഡ്യൂക്കേഷൻ, പുതിയ സ്കില്ലുകൾ, അതിജീവനം, എല്ലാത്തിനും പണം അത്യാവശ്യമാണ്. വെറുതെ വീഡിയോകൾ കണ്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു ഇൻകം സ്ട്രീം വന്നേ മതിയാകൂ. സോ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് തുടങ്ങുക. താഴെ നിന്ന് തുടങ്ങുന്നതിൽ ഒരു കുറവുമില്ല. ഞാനും ഒരുപാട് കാലം കാറ്ററിംഗ് ജോലി ചെയ്തിട്ടുണ്ട്, വളരെ കുറഞ്ഞ ശമ്പളത്തിന്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഇതാണ് നിങ്ങളുടെ തുടക്കവും അടിത്തറയും. സമ്പന്നനാകാനുള്ള 7 സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കുക. മാസം 15,000 മുതൽ 20,000 രൂപ വരെ സ്ഥിരമായി കിട്ടുന്ന എന്ത് ജോലിയായാലും മതി. ഇത് നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കുകയും ടെൻഷൻ കുറച്ച് ചിന്തിക്കാൻ സാധിക്കുകയും ചെയ്യും. നല്ല വരുമാനം കിട്ടുന്ന ഒരു സ്കില്ല് വളർത്തുക. ഒഴിവു സമയങ്ങളിൽ നിങ്ങൾക്ക് മാസം 60,000 രൂപയിലധികം തരാൻ കഴിവുള്ള ഒരു സ്കില്ല് പഠിച്ചെടുക്കുക. കോപ്പിറൈറ്റിംഗ്, ഡിസൈൻ, സെയിൽസ് പോലുള്ള കഴിവുകൾ. ഇങ്ങനെ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്ന ഒരു കഴിവ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറഞ്ഞ ശമ്പളത്തിന് സമയം കളയുന്നത് നിങ്ങൾക്ക് നിർത്താം. എന്നിട്ട് നിങ്ങളുടെ സ്കിൽ വിറ്റ് പണമുണ്ടാക്കാം. നിങ്ങൾ പഠിച്ച സ്കിൽ ഉപയോഗിച്ച് വരുമാനം കൂട്ടുക. നിങ്ങളുടെ സൈഡ് ഇൻകം മാസം 30,000, 40,000 എന്നിങ്ങനെ വളരുമ്പോൾ നിങ്ങളുടെ പഴയ ജോലിയുടെ ആവശ്യമില്ലാതാകും. അപ്പോൾ നിങ്ങൾ മുഴുവൻ സമയവും ഈ പുതിയ സ്കില്ലിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതിലൂടെയുള്ള വരുമാനം 1 ലക്ഷം, 1.5 ലക്ഷം എന്നിങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും. സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വമുണ്ടാക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല കാശുണ്ട്. എല്ലാ ബില്ലുകളും അടയ്ക്കാനും കുടുംബത്തെ സന്തോഷിപ്പിക്കാനും പേടിയില്ലാതെ ജീവിക്കാനും നിങ്ങൾക്ക് കഴിയും. ഇതാണ് നിങ്ങൾ നേടിയ സാമ്പത്തിക ഉറപ്പ്. ബിസിനസ് തുടങ്ങാനുള്ള സമയമായി. ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ പുതിയ ആശയങ്ങൾ പരീക്ഷിച്ച് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കാം. ഒരു ടീമിനെ ഉണ്ടാക്കി ബിസിനസ് വളർത്തുക. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധി മറികടന്ന് വളരാൻ ഒരു ടീമിനെ ഉണ്ടാക്കിയേ മതിയാകൂ. അവസാനമായി ഇൻവെസ്റ്റിംഗ് തുടങ്ങുക. കയ്യിൽ നല്ല പണം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ആളുകൾ പരാജയപ്പെടുന്നത്? മിക്കവരും യൂട്യൂബിലെ ബിസിനസ് വീഡിയോകൾ കണ്ട് ഒറ്റ ദിവസം കൊണ്ട് വിജയിക്കാൻ ശ്രമിക്കും. അവർ ഈ സ്റ്റെപ്പുകൾ കയറാൻ മടിച്ച് ഒറ്റയടിക്ക് വലുതിലോട്ട് ചാടാൻ ശ്രമിക്കുന്നു. ഇത് നടക്കാത്ത കാര്യമാണ്. ഇത് അവരെ എപ്പോഴും തളർത്തും. വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ആ ലെവലിന് വേണ്ട ശരിയായ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക. നിങ്ങൾ 0-ലാണെങ്കിൽ നിങ്ങളുടെ ഒരേയൊരു ചോദ്യം എനിക്ക് എന്ത് ജോലി നേടാൻ കഴിയും എന്നതായിരിക്കണം. പുരോഗതി എന്നത് ഒറ്റയടിക്കുണ്ടാകുന്ന മാറ്റമല്ല, അത് സ്ഥിരമായ മുന്നോട്ടു പോക്കാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങുക. ആ ജോലി നേടുക. അടുത്ത ചുവട് വയ്ക്കുക. പിന്നെ അടുത്തത്. ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ നിങ്ങളാദ്യം നടന്നു തുടങ്ങണം.